ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബുംറയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീമിൽ ഒരുപാട് പൊട്ടിത്തെറികൾ നടന്നിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മ, സൂര്യകുമാർ, ബുംറ അടക്കം എല്ലാ താരങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ബുംറ മുംബൈ ടീമിൽ നിന്ന് പോവുകയാണ്. ബുംറയ്ക്ക് ഇനി മുംബൈ ടീമിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മെഗാ ലേലമാണ്. ബുംറ CSK ടീമിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മുംബൈ ടീം ബുംറയെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ബുംറ CSKയിലെത്തിയാൽ അത് ചെന്നൈക്ക് ലോട്ടറി തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിൻ്റെ ക്യാപ്റ്റൻ ഡുപ്ലസി ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഡുപ്ലസി ഉണ്ടായിരിക്കില്ല. ഡുപ്ലസി വിരമിക്കുകയാണ്. അതുകൊണ്ട് RCB ടീമിന് ഒരു പുതിയ ക്യാപ്റ്റനെ ആവശ്യമാണ്. ഒരുപാട് വർഷമായിട്ട് RCBക്ക് ഒരു കപ്പ് ലഭിച്ചിട്ടില്ല. ഇപ്പോഴിതാ RCB ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. RCBയുടെ പുതിയ ക്യാപ്റ്റനായിട്ട് കോഹ്ലി ചുമതലയേൽക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. IPL 2025 കോഹ്ലി RCB ടീമിന്റെ ക്യാപ്റ്റനാവുന്നത്. കോഹ്ലി വീണ്ടും ക്യാപ്റ്റൻസിലേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. ഒരുപക്ഷെ കോഹ്ലി വന്നാൽ അത് RCB ടീമിന്റെ ഘടന തന്നെ വീണ്ടും മാറ്റിമറിച്ചേക്കും. ഒരുപക്ഷെ RCB കപ്പ് നേടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലെയായിരുന്നു രാജസ്ഥാൻ ടീം ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. സഞ്ജുവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അടിയിൽ ക്യാപ്ഷനായിട്ട് രാജസ്ഥാൻ റോയൽസ് മേജർ മിസ്സിംഗ് എന്ന് കുറിച്ചിരിക്കുന്നത്. ഇതിനുശേഷം വലിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. സഞ്ജു രാജസ്ഥാൻ ടീം വിട്ട് പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് രാജസ്ഥാൻ ടീം സഞ്ജുവിനെ മിസ്സിംഗ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. ഇനി ചിലപ്പോൾ സഞ്ജുവിനെ രാജസ്ഥാൻ ടീമിൽ കാണാൻ സാധിക്കില്ല. അടുത്ത പ്രാവശ്യം മെഗാ താരലേലമാണ്. സഞ്ജു പുതിയ ടീമിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ CSKയോ അല്ലെങ്കിൽ RCBയോ മുംബൈയോ ഇതിലെ ഏതെങ്കിലും ഒരു ടീമിലേക്ക് സഞ്ജു പോകാൻ സാധ്യതയുണ്ട്. രാജസ്ഥാൻ സഞ്ജുവിനെ ഒഴിവാക്കിയെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.